ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൊന്നാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കിന്ന് ചിക്കൻ കറിയും കപ്പപ്പുഴുക്കും ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കോഴിയെ പിടിക്കാം. കമോൺ, ഇവനെ ആയാലോ? കൂട്ടിനകത്തുണ്ട്, നമുക്ക് കൂട്ടിൽ നിന്ന് പിടിക്കാം. ഇവനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. ഒരു 3.5 കിലോ 4 കിലോ താഴെ കാണും. 3.5 കിലോ അടുത്തുണ്ട്. അപ്പം നമുക്കിവനെ റെഡിയാക്കാം. ഇനി നമുക്കിവനെ പീസാക്കണം. നമുക്ക് പീസാക്കി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. രാവിലെ തൊട്ടേ നല്ല മഴയാണ്, അതുകൊണ്ടാണ് കോട്ടൊക്കെ എടുത്തിട്ടേക്കുന്നത്. നമ്മൾ ചെറിയ പീസാക്കിയാണ് ഇതെടുക്കുന്നത്. വിരൽ മുറിയാതിരുന്നാൽ മതിയായിരുന്നു. അതുപോലത്തെ ചെറിയ പീസാക്കാൻ പറ്റുമോയെന്ന് നോക്കാം. സ്ഥിരം ചെയ്യുന്ന പരിപാടി അല്ലാത്തത് കൊണ്ട് താമസമെടുക്കും. ചിക്കൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് റെഡിയാക്കാം. നമ്മൾ എടുത്തേക്കുന്നത് ചിക്കൻ മസാല, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, സാദാ മുളക് പൊടി, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിത് കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നല്ലോണം ഇളക്കി മിക്സാക്കി വെക്കുക. ചിക്കൻ്റെ എല്ലാ പീസിലും അരപ്പ് നല്ലോണം പിടിക്കണം. ഇത് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക. പുറത്ത് നല്ല മഴയാണ്, ഇതുവരെ മഴ നിന്നിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്കിനി ഉരുളി വെക്കാം. ഉരുളി ചൂടായ ശേഷം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ മൊത്തം നമുക്ക് വറുക്കണം. നമുക്ക് വറുത്ത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത്. എണ്ണ ചൂടായ ശേഷം കടുക് നമുക്കിടാം. കടുക് പൊട്ടി അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നല്ലവണ്ണം മൂക്കണം. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, മസാലക്കൂട്ടിട്ട് ഇളക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ട് നല്ലവണ്ണം ഇളക്കണം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള എടുത്ത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം നല്ലവണ്ണം ഇളക്കണം. സവാള വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് റെഡിയാണെങ്കിൽ ശകലം ഉപ്പിട്ടാൽ മതി, പക്ഷെ ഞാനത് ഉപ്പിടുന്നില്ല. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ചിക്കൻ മസാല, ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇളക്കി നല്ലവണ്ണം മൂക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക്
ഇളക്കി കൊടുക്കാം. അടി പിടിക്കില്ല, അടി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ലവണ്ണം നമുക്ക് ഇളക്കി മിക്സാക്കാം. നല്ലവണ്ണം ഇളക്കി മിക്സാക്കണം. നമുക്കിതിനി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്. നല്ല തിളച്ച് മറിഞ്ഞ് കപ്പയ്ക്കായതുകൊണ്ട് ശകലം ഗ്രേവി കൂട്ടിയാണ് എടുത്തേക്കുന്നത്. നല്ല അടിപൊളി ചിക്കൻ കറി ഇതാണ്ട് റെഡിയായിരിക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിക്ക് ഗ്രേവിയാണ്, പക്ഷെ എന്നാൽ കപ്പയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്ക് കപ്പ എടുത്ത് പൊളിച്ച് കൊത്തി റെഡിയാക്കാം. അപ്പോൾ കപ്പ റെഡിയായി. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. കപ്പ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി നന്നായിട്ട് ഇളക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കപ്പ വെന്തില്ലെങ്കിൽ നമുക്ക് ഇടിച്ച് കൂട്ടാവുന്നതാണ്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കപ്പ റെഡിയായി. ഇനി നമുക്ക് കേക്ക് മുറിയാണ്. Happy birthday to you. Happy birthday. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. ഇതൊരു കുഞ്ഞു കൈ കണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.